പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയം. നിങ്ങളുടെ നാളെ 1200 മിഥുനമാസം 3-ാം തീയതി, അതായത് 2025 ജൂൺ 17-ാം തീയതി ചൊവ്വാഴ്ച. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:07, അസ്തമയം വൈകിട്ട് 6:49. നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ടി 6-ാം തീയതിയാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ടി 6-ാം തീയതി സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കറുത്തപക്ഷത്തിലെ തിഥിക്ക് ഒരു ദേവതകളുമായി ബന്ധമില്ല. പക്ഷേ ഇവിടെയും ചന്ദ്രൻ പ്രായണ ദുർബലനായി വരികയാണ്. എങ്കിലും ചില ശുഭകാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതിന് തെറ്റില്ല. നാളത്തെ നക്ഷത്രം ചതയ നക്ഷത്രമാകുന്നു. ശതഭിഷക് എന്നാണ് ചതയ നക്ഷത്രം അറിയപ്പെടുന്നത്. 100 നക്ഷത്രങ്ങളുടെ അസംബിൾ ചെയ്ത ഒരു സമൂഹമാകുന്നു ശതഭിഷക്. നമ്മുടെ പ്രഗത്ഭരായ ശ്രീനാരായണ ഗുരുസ്വാമിയും EK നായനാരുമൊക്കെ ചതയ നക്ഷത്രത്തിൽ ജനിച്ച മഹാത്മാക്കളാകുന്നു. ചൊവ്വാഴ്ച പ്രായണ നാം ശുഭകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാറില്ല. എങ്കിലും ചതയ നക്ഷത്രമാണ്. എൻ്റെ പ്രേക്ഷകർക്ക് ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 3 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ചതയ നക്ഷത്രമാണ്. നാഗം രാഹു ഭരിക്കുന്ന നക്ഷത്രമാണ്. തിരുവാതിര, ചോതി, ചതയം. ചൊവ്വാഴ്ചയുമാണ്. സുബ്രഹ്മണ്യനും നാഗവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, നാഗക്ഷേത്ര ദർശനം നടത്തുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് അസാധ്യമായി ഒന്നും ഉണ്ടാകില്ല എന്ന ഒരു നാഗത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയ ആരോഗ്യ പുത്രാപ്തിയെ, തൻ്റെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി ചെയ്തേ മതിയാവുകയുള്ളൂ. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, നവഗ്രഹത്തിൽ രാഹുകേതുക്കൾക്ക് അർച്ചന മുതലായവ ചെയ്യുന്നത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രാഹുവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വളരെ പര്യാപ്തമാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.